ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച ഓവറോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു. നിരവധി സ്റ്റോക്കുകളിൽ ബ്രേക്ക്ഔട്ട് കിട്ടി. പല ഡിഫറൻസും ഇല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള ആധാർ ഹൗസിംഗ് ഫിനാൻസ് ഒക്കെ വളരെ വലിയ രീതിയിൽ 20%, 25% ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. കാരണം നമ്മളുടെ പുതിയ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയതിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ലാസ്റ്റ് ടൈം പോലെ ഉള്ളതല്ല, മീൻസ് ലാസ്റ്റ് ടൈം ഉള്ളത് കൊണ്ട് അതിൻ്റെ കൂടെ പുതിയ വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ, ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ 2%, 3% സ്റ്റോപ്പ് ലോസിലൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ മാർക്കറ്റിലെ പ്രധാന ഇവൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ US-ന്റെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇനി തിങ്കളാഴ്ച, അടുത്ത ആഴ്ച നമ്മൾ നോക്കുമ്പോൾ തിങ്കളാഴ്ച, നാളത്തെ കഴിഞ്ഞ് നമുക്ക് മാർക്കറ്റ് അവധിയാണ് പെരുന്നാളിനോടനുബന്ധിച്ച്. ബാക്കി 4 ട്രേഡിംഗ് ഡേയ്സ് മാത്രമാണ് നമുക്ക് ഉള്ളത്. സോ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. നമുക്ക് ചാർട്ട് അനാലിസിസിലോട്ട് പോവാം. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. എല്ലാ ദിവസവും തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് 5 ദിവസവും മാർക്കറ്റ് കൺസോൾട്ടേഷനിലാണ്. പക്ഷേ ഓവറോൾ വീക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം പല ദിവസങ്ങളിലും ചെറിയ രീതിയിലുള്ള ഗ്യാപ്പ് അപ്പോട് കൂടിയും ഇല്ലെങ്കിൽ വളരെ ചെറിയൊരു മൈനർ ഗ്യാപ്പ് അപ്പോട് കൂടി ആണ് മാർക്കറ്റിൽ ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. 23,400, 23,500 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും വരുന്ന ദിവസങ്ങളിൽ അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് സാധ്യത എന്നാണ് നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ 23,700, 800 ആയിരിക്കും നമ്മളുടെ നെക്സ്റ്റ് ടാർഗറ്റ് നിഫ്റ്റിയിൽ വരിക. നിഫ്റ്റി ബാങ്കിലോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെ നമ്മളുടെ നിഫ്റ്റിയുടെ അത്രയും റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഓവറോൾ ഒരു പോസിറ്റീവ് മൊമെന്റുമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ ഈ വീക്ക്ലി ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അപ്പർ സൈഡ് ഇപ്പോൾ 50,000 മുകളിൽ ക്ലോസ് ചെയ്തതുകൊണ്ട്, ജസ്റ്റ് 50,000 മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് 51,000 ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 50 ആയിരുന്നു പ്രധാന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിടത്തോളം ഒരു ബുള്ളിഷ്നെസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ ഷാർപ്പായിട്ടുള്ള റാലിയാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല എലക്ഷന്റെ അന്നത്തെ ലോയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 20% മുകളിൽ മാർക്കറ്റ് റിക്കവറി വന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ദിവസം കൊണ്ട് ഏകദേശം 20%-ഓളം മൂവ്മെന്റ്സ് ആണ് നമ്മളുടെ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അതായത് ലോയിൽ നിന്ന് കണക്ക് കൂട്ടുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ജസ്റ്റ് 4-5% ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു മാർക്കറ്റ് ഡേയുടെ ലോയിൽ നിന്ന്, ആ ഒരു ഫാളിൻ്റെ ലോയിൽ നിന്ന് കണക്ക് കൂട്ടുവാണെങ്കിൽ ഏകദേശം 20% അപ്പോൾ റാലിയാണ് നമുക്ക് സ്മോൾ ക്യാപ്പിൽ വന്നിട്ടുള്ളത്. വീക്ക്ലി ബേസിൽ ബുള്ളിഷ് ക്ലോസിംഗ് ആണ്. മാത്രമല്ല ഓൾ ടൈം ഹൈ ഒക്കെ കഴിഞ്ഞ ആഴ്ച ക്രിയേറ്റ് ചെയ്തു. മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും കാര്യം മാറ്റമല്ല, ഓൾ ടൈം ഹൈയിലാണ്. വീക്ക്ലി ബുള്ളിഷ് ക്ലോസിംഗ് ആണ്. ഏകദേശം ആ ഒരു സെല്ലിംഗ് ഡേയുടെ ലോയിൽ നിന്നും 17%-ഓളം മാർക്കറ്റിൽ ഒരു റിക്കവറി വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒരു റിവേഴ്സൽ മൂവ്മെന്റ് വന്നിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഏതായാലും ഫ്രഷ് എൻട്രീസ് എടുക്കുന്നതൊക്കെ നല്ല രീതിയിൽ പെർഫോമും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഡിമാർട്ടാണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഇതിന് മുൻപിലത്തെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു ലെവലിന് മുകളിൽ നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളത്. അവിടെ നമ്മളുടെ എൻട്രി ഇനീഷ്യേറ്റീവ് ആയിട്ടില്ല, പകരം ഇൻസൈഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ ഈ ആഴ്ചകളിലൊക്കെ ആയിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 20% ടാർഗറ്റോടുകൂടി, ഫസ്റ്റ് ടാർഗറ്റോടുകൂടി ഈ ഒരു ലെവൽ വരെ ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാവുന്നതാണ് ഡിമാർട്ട്. വളരെ നല്ലൊരു മൂവ്മെന്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത് നമുക്ക് LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇതിന്റെ കാര്യത്തിലോട്ട് വരുമ്പം ഇതൊരു IPO ലെവലായിരുന്നു. IPO ലെവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 900 ലെവലിൽ വന്ന് അവിടെ നിന്ന് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു സെല്ലിങ് വന്നു. അതിനുശേഷം ഈ ഒരു ലെവൽ കട്ട് ചെയ്ത് മുകളിൽ പോയി.
മുകളിൽ പോയതിനു ശേഷം ആ ഒരു ലെവലിൽ വന്ന് റീടെസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. റീടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഫോർമേഷനും കൂടെ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതൊക്കെ ഓവറോൾ ഈ ഒരു സ്റ്റോക്കിൽ സപ്പോർട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെന്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന് മുകളിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. വീക്ക്ലി ചാർട്ടിൽ വരുമ്പോൾ അവിടെ വളരെ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഏകദേശം ഇവിടെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു 9%, ഇല്ലെങ്കിൽ ഈ ഒരു റീടെസ്റ്റ് ഏരിയയിലോട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ 20% ഒക്കെയാണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ടാർഗറ്റ് ഓപ്പൺ ആണ്. നമുക്ക് 40-50%, ഈവൻ 70-100% ഒക്കെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് പോളിസി ബസാർ ആണ്, ഇല്ലെങ്കിൽ നമ്മളുടെ PB ഫിൻടെക്. ഓക്കെ, പോളിസി ബസാർ, PB ഫിൻടെക്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഡെയിലിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് സിനാരിയോ. സെക്കൻഡ് സിനാരിയോ വീക്കിലി പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ്. ഇനി മന്ത്ലിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പം നമ്മൾ LICയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഏകദേശം ആ ഒരു IPO കാലഘട്ടത്തിലെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് വീക്ക് ഹൈ കട്ട് ചെയ്യുമ്പോൾ എൻട്രി ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡലിന്റെ ലോ സ്റ്റോപ്പ് ലോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 17%, ഏകദേശം ഈ ഒരു 17%, അതായത് നമ്മളുടെ എക്സാക്ട് ഈ ഒരു സിംഗിളോ ഇടുകയാണെന്നുണ്ടെങ്കിൽ 17% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പോളിസി ബസാർ അല്ലെങ്കിൽ PB ഫിൻടെക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ടാർഗറ്റ് ഓപ്പൺ ആണ്. അപ്പർ ലെവലിലോട്ട് ചിലപ്പോൾ നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് മയൂർ യൂണിക് ഓട്ടോസ് എന്ന് പറയുന്നതാണ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വീക്കിലിയിൽ വളരെ നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വോളിയം ആഡ് ചെയ്യാൻ മറന്നുപോയി ഇതിലെല്ലാത്തിലും. ഓക്കെ, എനിവേ ഓക്കെ, മന്ത്ലിയിൽ നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മന്ത്ലിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വീക്കിലിയാണ്. വീക്കിലിയിൽ വളരെ നല്ല രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു വളരെ നല്ല വോളിയം ഒക്കെ ഇവിടെ കയറി വരുന്ന കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഏകദേശം ഈ ഒരു വീക്കിലി ക്യാൻഡലിന്റെ ലോ സ്റ്റോപ്പ് ലോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലിന് താഴെ, ഈ ഒരു 15% താഴെയൊക്കെ സ്റ്റോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമ്മളുടെ വ്യൂ എന്താവും, ഇൻവാലിഡ് ആയിട്ട് മാറും. ഈ ഒരു ഹൈക്ക് മുകളിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഈ ഒരു ക്യാൻഡലിന്റെ ലോയ്ക്ക് താഴെ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, അതിന്റെ താഴെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ട്രേഡിൽ നമ്മളുടെ വ്യൂ ഇൻവാലിഡ് ആവും. ഇതാണ് മന്ത്ലി ചാർട്ട്. ഇത് നമ്മളുടെ വീക്ക്ലി ചാർട്ടാണ്. സോ പ്രധാനമായിട്ടും ഈ ഒരു 4 സ്റ്റോക്കുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഒന്ന് ഡിമാർട്ട്, രണ്ടാമത്തത് LIC, മൂന്നാമത്തത് പോളിസി ബസാർ ഇല്ലെങ്കിൽ PB ഫിൻടെക്, നാലാമത്തത് മയൂർ യൂണിക് ഓട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക്. സോ ഈ ഒരു 4 സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്മോൾ ക്യാപ്പിൽ ചെറിയ രീതിയിലുള്ള ഒരു പുൾ ബാക്കോ ഇല്ലെങ്കിൽ കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി നല്ല രീതിയിൽ മൂവ് ചെയ്തത് കൊണ്ട് ഇവിടുന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 20% അപ്പോൾ മൂവ് ചെയ്തത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല ഓരോ ദിവസവും കഴിയുന്തോറും ക്യാൻഡലിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു പോസ് വരാനുള്ള അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുൾ ബാക്ക് സൈഡ് വേസിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. എൻട്രി ലെവലിൽ പ്രോപ്പറായിട്ട് എൻട്രി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.